Mr. Laujinanan, let's go, right? Let's go. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വന്ന് ഇനി നമ്മളിനി മേച്ച് ആക്കില്ല. ഗായ്സ് അവിടെ കോമണാണ്. ഞാൻ കുറേ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സാധനം എന്തോ പ്രശ്നമുണ്ട് ഞാനായിട്ട്. എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം ഈ സാധനം കളഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ 6:37 ആയി. ഞങ്ങൾ പോവുകയാണ്. വി ആർ ഗോയിങ് ടു സിഡ്നി എയർപോർട്ട്. ആൻഡ് ഫ്രം ദെയർ അണ്ണൻ നാട്ടിൽ പോവുകയാണ്. ഭയങ്കര പാക്കിങ്ങിലാണ്. പാസ്പോർട്ടിന്റെ സാധനം എടുത്ത് വെച്ച് അപ്പോൾ ഞങ്ങൾ ഗോയിങ്. അപ്പോൾ ഞങ്ങൾ താഴെ രാവിലെ ഊബർ എടുത്ത് പോവുകയാണ് സിഡ്നി എയർപോർട്ട്. അവിടുന്ന് കൊച്ചി എയർപോർട്ടിലോട്ടാണ് പോകും. ഞാൻ അവിടുന്ന് മെൽബണിലോട്ടും പോകും. See you guys in the airport. Yeah, bye-bye. Bye-bye. ഇല്ല ബൈ പറഞ്ഞില്ല. ഇനിയും പറഞ്ഞു. See you. Bye-bye. ഓ ആയിക്കോട്ടെ. 3500 രൂപ ശമ്പളത്തിൽ ശമ്പളം കിട്ടുന്നത് പ്രാർത്ഥിച്ച ആളാണ്. അല്ലെങ്കിൽ അത് ആരെങ്കിലും ഒരു കോമ്പറ്റീറ്റർ വന്ന് എടുത്താൽ നമുക്കൊരു തൊട്ടടുത്ത് അത്രയും അന്ന് 6-7 പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ 6-7 പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. അന്ന് 2017 എടുക്കുന്നത്. അത്രയും പാർക്കിംഗ് ഉള്ളൊരു ബേക്കറി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു കോമ്പറ്റീറ്റർ വന്ന് എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് ടു കോമ്പീറ്റ്. അങ്ങനൊരു കോൺസെപ്റ്റിലാണ് എടുത്ത് തുടങ്ങി. 2018 വെള്ളപ്പൊക്കം, 2020 കോവിഡ്, പണിയോടെ പണി. പിന്നെ ഞാൻ പെട്ടവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് ഞാനുണ്ടല്ലോ അണ്ണാ എപ്പോഴും മുടിയനായ പുത്രനായിരുന്നു. ലൈക്ക് യു നോ ദ തേർഡ് വൺ. മൂന്നാമത്തെ ആള് ഞാനാ. ചേച്ചി കാനഡ. ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു. മീൻസ് അവൾ എങ്ങനെയൊക്കെ പോയാലും ഒരു ഡിസ്റ്റിങ്ഷൻ മാർക്ക് അന്നത്തെ കാലത്ത് കിട്ടത്തക്ക രീതിയിൽ പഠിക്കും. പിന്നെ ചേട്ടൻ പുള്ളിയും ഫസ്റ്റ് ക്ലാസ്സിലും വാങ്ങിക്കും. ഞാനായിരുന്നു 10ാം ക്ലാസ് മാത്സ് ഫസ്റ്റ് സെക്കൻഡും കൂട്ടി ജയിച്ചത്. 256 അങ്ങനെയാണ് എൻ്റെ മാർക്ക്. മാർക്കൊന്നും കാര്യമൊന്നുമില്ല. മാർക്കിന് കാര്യമില്ല. എന്നാലും അങ്ങനെ ഞാൻ ഹോട്ടൽമാൻ്റെ എടുത്ത് എനിക്ക് ജയിക്കാൻ പറ്റും. അല്ല അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്തപ്പം അക്കൗണ്ടൻസി ഭയങ്കര പാട്. അപ്പം ഞാൻ വിചാരിച്ചു അക്കൗണ്ടൻസി ഇല്ലാത്ത കൊമേഴ്സാണ് നമുക്ക് വേണ്ടത്. ഏത് ഡിഗ്രിയാണ് ഉള്ളതെന്ന് നോക്കി ചെന്നപ്പോൾ അതേ അടക്കുന്നു ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. എന്തായാലും കുറച്ചൊക്കെ അന്നും ബേക്കറിയിലൊക്കെ കയറി നിരങ്ങുമായിരുന്നല്ലോ. നമുക്ക് അതുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നൊരു പണി ഇതാ. അന്നത്തെ കാലത്ത് ഞങ്ങളെ ഒരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു, അച്ചാമ്മ ടീച്ചർ. പുള്ളിക്കാരി പറയാം നിന്നെ കൊണ്ടൊക്കെ ബ്രെഡ് ഉണ്ടാക്കാനേ ഉള്ളൂ. റൊട്ടി അന്ന് ബ്രെഡ് എന്നല്ല പുള്ളിക്കാരി പറഞ്ഞത്, റൊട്ടി എന്നാണ് പറയുന്നത്. റൊട്ടി നിന്നെ കൊണ്ടൊക്കെ റൊട്ടി ഉണ്ടാക്കാനേ ഉള്ളൂ. ദേഷ്യം വരുമ്പോൾ പറയുന്ന ആളൊരു പാവമാണ്. പക്ഷേ നമ്മൾ പഠിക്കാത്തപ്പോൾ നമ്മൾ വഴക്ക് പറയുന്നതൊക്കെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനും വിചാരിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഡിഗ്രി പാസ്സാവുമെന്ന് ഉറപ്പുള്ളൊരു ഡിഗ്രി BSc ഹോട്ടൽ മാനേജ്മെൻറ്റ്. അന്ന് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഞാൻ ചെയ്തത് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് കൊടൈക്കനാൽ പഠിക്കാൻ പോകുന്നത്. ചെറിയ പഠിത്തമൊന്നും വരുന്നില്ല, നാട്ടിലൊന്നും പഠിച്ചാൽ പോരാ. ഇല്ല, തണുപ്പത്ത് പഠിക്കണം. അന്നും തണുപ്പിനോട് വലിയ ആഗ്രഹം. ചൂട് പറ്റത്തില്ല. അന്നും ഞങ്ങൾക്ക് ചൂടൊരു രക്ഷയില്ല. ചൂടുള്ള സ്ഥലത്ത് നമ്മളങ്ങനെ പഠിക്കുകയില്ല. അങ്ങനെ കൊടൈക്കനാൽ പോയി. കൊടൈക്കനാൽ ക്രിസ്ത്യൻ കോളേജിൽ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ, ഒരു വർഷത്തോളം നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തല കാണിച്ച്. റാഡിസണിലുണ്ടായിരുന്നു, കുമരകം, ഇപ്പോൾ സൂറി, പിന്നെ താജ്, ട്രിവാൻഡ്രം. ഇപ്പോൾ മരിക്കുന്ന വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ യൂസഫ് അലിയൊക്കെ ഉള്ള ഒരു ഉണ്ടല്ലോ, നമ്മുടെ ലുലുവിനപ്പുറത്തുള്ള ഹോട്ടൽ മാരിയോട്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം മാരിയോട്ടാണ് തോന്നുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഇത് തുടങ്ങുമ്പം ഇത്രയും വലിയൊരു കമ്പനി ആവുമായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് നല്ല ഒരു ശമ്പളമുള്ളൊരു ഓഫർ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പം എവിടെയായിരുന്നു അത് ഓഫർ? അത് ബാംഗ്ലൂർ. അന്ന് നിങ്ങൾ ടെക്കായിരുന്നു, IT ആയിരുന്നു? IT. നിങ്ങൾ പഠിച്ചത് IT ആണോ ശരി? ഞാൻ BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പം അങ്ങനെ തുടങ്ങി
അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു കമ്പനി ആക്കി. നമ്മുടെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ക്ലയൻസിൻ്റെ കാര്യം ചോദിച്ചില്ലേ, ഇപ്പോൾ US മറ്റിടത്തുണ്ട്, ദുബായിലുണ്ട്, യു ഹാവ് UK ക്ലയൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ ലൈക്ക് മറ്റേ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സർവീസ് ബിസിനസ്, IT സർവീസ് ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ കസ്റ്റമേഴ്സ് കാര്യമില്ല, കാശ് അല്ല കിട്ടില്ല. ഇന്ത്യൻ കസ്റ്റമേഴ്സ് കാര്യമില്ല, അത് സത്യം. പുറത്തെ കസ്റ്റമേഴ്സാണ് നോക്കിയത്. നമ്മുടെ ടാർഗറ്റ് അല്ല അതപ്പോൾ അതിലോട്ട് എങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു ഓൺടർപ്രണർ ഇത് IT-യിലുള്ള ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു കോണ്ടാക്ട്സ് കിട്ടി? ഒരു ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അല്ലേ? ഇന്ന് ഈസിയാ ലിങ്ക്ഡിൻ ആണോ? ഇന്ന് ലിങ്ക്ഡിൻ അതൊക്കെ ആയിട്ട് ഭയങ്കര. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് എന്തായിരിക്കും യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരാൾ ഇന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു സോഫ്റ്റ്വെയർ കുഞ്ഞൊരു പയ്യൻ, അവന് നല്ല ടാലൻ്റ് ഉണ്ട്, കുഞ്ഞു പയ്യൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ആരെല്ലാം സർവീസ് ബിസിനസ്സിലേക്ക് വരുമെന്നാണ്. അല്ലല്ല, ഇറ്റ്സ് ഡൺ. ഓ അതായത് നിങ്ങൾ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. ഒന്നാമത് അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു. ടു മെനി കോമ്പറ്റീറ്റേഴ്സ്. ഐ വുഡ് റാദർ സേ അവന് സ്കില്ലുണ്ടെങ്കിൽ he shouldn't do typical service business. He should get into product എന്ന് വെച്ചാൽ ഇപ്പോൾ സോഹോയൊക്കെ പോലെ അവൻ്റെ ഓൺ IP-യിൽ ബിൽഡ് ചെയ്യണം. കാരണം ഒരിക്കലും ഒരു സർവീസ് ബിസിനസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ then it is very 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 difficult to do a product. കാരണം ആ സർവീസ് മൈൻഡ് സെറ്റും പ്രൊഡക്റ്റ് മൈൻഡ് സെറ്റും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇനി ഒരാള് വരുമ്പോൾ ഇനി നിങ്ങൾ പറയുന്ന AI പോലെയോ എന്താ ഇതിനകത്ത് ബേസിക്കലി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുമായിട്ട് ഇറങ്ങുക, അതാണ് ഇപ്പോൾ എളുപ്പം. എളുപ്പവും മാർഗം പൊട്ടൻഷ്യൽ കൂടുതലും ഒക്കെ. ഞങ്ങൾ തമ്മിലൊരു 5-ാം തീയതി ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഡു സംതിങ് ടുഗദർ. അതാണ് അതിൻ്റെ സംഭവം. സിമെന്റ് ഓസ്ട്രേലിയ പ്രൊഡക്റ്റ് ചെയ്യുക. എനിവേ അതാണ് അണ്ണൻ്റെ ഒരു ഉപദേശം. ഓക്കെ, നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് അണ്ണം പോവാണ്. ചായ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിക്കുന്നു. കോഫിയോ സംതിങ് എന്തായാലും. പക്ഷേ എൻ്റെ ബസ് 8:15. ഓക്കെ, this is a bakery, Push Bakery. Other one. ആ സാധനം കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചത് ഇല്ല. പിച്ചോവൻ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഈ സാധനം ബേക്ക് ചെയ്ത് പുറത്ത് വരുമ്പോഴത്തേക്ക് കളറാവും. അപ്പം ഞങ്ങൾ സജൂക്ക്, ഇതാണ് നിങ്ങൾ പറഞ്ഞ സാധനം. പൊട്ടിച്ച് വാങ്ങിയാൽ കട്ടക്കാപ്പി എന്ത് ഇതാണോ? ഇന്ത്യയാണോ? ഹോട്ട് ആൻഡ് സ്മെൽ നൈസ്. എങ്ങനെയുണ്ട് ബൈറ്റ്? നമ്മൾ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഒരു അറബിക് ബേക്കിംഗ് അല്ലേ പക്ക. ഈ സാധനം നമ്മുടെ പില്ലോ പേസ്ട്രി പോലത്തെ ഇല്ലേ, മറ്റേ വരുന്നത് ഗൾഫിലൊക്കെ കിട്ടൂലേ മറ്റേ നമ്മുടെ സാധനം. അത് ചിലപ്പോൾ വായിലും പേര് വരൂല. അറബിക് സ്വീറ്റ്സ് ഉണ്ടല്ലോ മറ്റേ ബക്കലാവ, അതിൻ്റെയൊക്കെ ഒരു നല്ല രസമുണ്ട്. അറബിക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തുറന്നിട്ടൊന്ന് വലിച്ച് ഒരു രക്ഷയില്ല. അന്നെ ആ ഫ്രഷ് ഒരു രക്ഷയില്ല. സൂപ്പറല്ലേ? ചീസും ഉണ്ട്. ആ മണം ഒരു രക്ഷയില്ല കേട്ടോ. മണം അടിപൊളിയാണ്. അവിടെ പോകണം. ആ കോഫി ദെൻ അണ്ണം പോവാണ്. ഞാനും നാളെ പോയാലും നമ്മുടെ മെയിൻ സാധനം ഈ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. And that's really good. And it's nice. Nice, fresh, crispy. And then coffee വാങ്ങിക്കാൻ പോയി. അണ്ണൻ അപ്പം try that too. Before I go, maybe I take one more. Okay? അതാ രസമുണ്ടോ സാധനം? ട്രൈ ചെയ്യണമെന്നാണ്. നോക്കാം. What's this? This one he's having? Sather. Oh, just sather, right? No meat, nothing. I know sather. Yeah, I know. Sather is good.
Just salty, just normal. Oh yeah. ചായ മേടിക്കാൻ മേടിക്കാം. So we are having a coffee. ഇവിടെ മൊത്തം ഇരിക്കുന്നത്. Hey. ഉണ്ടല്ലോ മാത്യു. Cheers. ഞാനും ചോദിച്ചു തന്നെ എത്ര ചൂടൊന്നും. ഇപ്പം ശരിയായി. ക്യാപ്പച്ചിനോ. ഓക്കെ ബൈ ബൈ. നീ കുറച്ച് മുമ്പ് എന്നെ കളിയാക്കിയില്ലേ? ശരി എന്നാ ബൈ ബൈ. അപ്പോൾ ഓക്കെ അണ്ണം പോവാണ്. എ നൈസ് പേഴ്സൺ. തനി പാലക്കാരൻ, തനി അച്ചായൻ, വിത്ത് എ വെരി ഗുഡ് ഹാർട്ട്. ഓഫ് കോഴ്സ് ആസ് ഓൾ പാലക്കാരന്മാരെ. പാലക്കാരെല്ലാം നല്ല മനസ്സുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനത് നേരിട്ട് അനുഭവിച്ചു ഈ കുറച്ച് ദിവസങ്ങളിൽ. സോ വി ആർ ഹെഡിങ് ടു ദ ബസ് സ്റ്റേഷൻ ആൻഡ് he was a good guy. He is a good guy. He's a really good guy. He is really a good guy. So let's see. നാട്ടിൽ ചെന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ കാണാവുന്ന ഞങ്ങൾ തമ്മിൽ ചെറിയൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വി ആർ ഡൂയിങ് ബിസിനസ് ടുഗദർ. ആസ് വി ഓൾ നോ, റിലേഷൻഷിപ്പ് പ്ലസ് ബിസിനസ്. ബസ് വരാറായി. ഇറ്റ്സ് ടൈം ടു ഗോ. ബൈ ബൈ. സീ യു ഇൻ മെൽബൺ. ബസ്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ സീ യു ഇൻ മെൽബൺ. ഓക്കെ. 21 minutes late. Yeah, they left to Canberra. Literally, they left without taking us. The driver made a mistake. He went from the top somewhere and he just left. No, I don't want the refund. If I take an air ticket, it's going to cost me more money. Anyway, let me check. പണ്ടാരമാണ് മാങ്ങാത്തൊലി. നമ്മൾ ബസ്സിൽ വരുമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ബസ്സിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. കാരണം അവർ ഞങ്ങളുടെ 4-5 പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാതെ അവിടുന്ന് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ബസ് ലേറ്റാന്ന് കാണിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഒരു 28 minutes ലേറ്റ് കാണിച്ചു. പിന്നെ നോക്കിയപ്പോൾ 9:15. അപ്പോൾ വേറൊരു ബസ്, കാൻബറയ്ക്കുള്ള ബസ് അവിടെ വന്നപ്പോൾ നമ്മൾ ആളുടെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് നിങ്ങളുടെ ബസ് തന്നെയാണല്ലോ, നിങ്ങൾ മെൽബണിലേക്കുള്ള ബസ് ഇന്ത്യ എന്നിങ്ങനെ ചോദിച്ചു. കണ്ടില്ലല്ലോ, ലേറ്റ് ആണല്ലോ. ഞങ്ങളുടെ ആപ്പിൽ ഇതിങ്ങനെ ബസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഓടിച്ച ഡ്രൈവർ നമ്മളെ എടുക്കാതെ അവൻ പാലം കയറിയങ്ങാണ്ട് പോയി. അപ്പോൾ അതിനൊരു കോൾ ചെയ്യാനുള്ള സൗകര്യമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ എൻ്റെ കൂട്ട് വട്ടാരും കാണിക്കത്തില്ല. കാരണം ഞാൻ ഈ ബസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഞാൻ ഇതുവരെ ബസ്സിൽ പോയിട്ടില്ല, ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയുണ്ട് എന്നറിയാനും കൂടെ ആയിരുന്നു നമ്മളിത് മെയിനായിട്ട് എടുത്തത്. എനിക്ക് തോന്നുന്നു ഞാനത് നോക്കുന്ന സമയത്ത് $150 എങ്ങാണ്ട് ഉള്ളായിരുന്നു ഫ്ലൈറ്റിന്. ഉമ്മാരുടെ ഫ്ലിക്സ് എന്നാണ് ഉമ്മാരുടെ പേര്, ഫ്ലിക്സ് കാണിച്ചാൽ ഇതാണ് കമ്പനി ഫ്ലിക്സ്. അപ്പം ഒരു രീതിയിലും ഒരു കസ്റ്റമർ കെയർ വിളിക്കാനുള്ള നമ്പറില്ല. എന്നാൽ ഇങ്ങനെ കുറച്ച് പേര് എടുത്തില്ല, എന്താ കാര്യം എന്നാ. അല്ലെങ്കിൽ അടുത്ത ബസ് കാൻബറയ്ക്ക് പോകുന്നുണ്ട്, ആ ബസ് ഇതിനകത്ത് കയറി പോയിട്ട് അവിടെ ചെന്നിട്ടാണെങ്കിലും കാൻബറയിൽ നിന്ന് ഇവർ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ സിഡ്നിക്ക് കൊണ്ടുപോയി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തത് ഏതാ, നമ്മൾ ഈ പറയുന്ന സിഡ്നിയിൽ നിന്ന് സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പോൾ അത് വെർജിൻ ഓസ്ട്രേലിയയുടെ ഫ്ലൈറ്റ് കിട്ടി. അങ്ങനെ ആ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ
12 മണിക്കത്തെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ എനിക്ക് $150 ഉണ്ടായിരുന്നത് $200 ആയി. കാരണം നമുക്ക് ആ സമയം നോക്കി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇല്ല, ബസ്സില്ല, ട്രെയിൻ പിന്നെ രാത്രിയില്ല. ട്രെയിൻ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് രാത്രി ട്രെയിനിൽ പോയിട്ട് എങ്ങനെയാണ്, അത് ഫസ്റ്റ് ക്ലാസ് വേറെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ എന്തായാലും ഇത്ര വൃത്തികെട്ടൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ എല്ലാം കൊണ്ടും കൊണ്ടോ വല്ലാത്തൊരവസ്ഥയായി, എക്സോസ്റ്റഡായി ഒരൊറ്റ ഒരു ഊളന്മാർ കാരണം. ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. ഇവിടുന്ന് സിഡ്നിയുടെ കൂട്ട് ട്രെയിൻ സർവീസ് ഒന്നുമില്ല. സോ ഐ തിങ്ക് ഐ ഹാവ് ടു ഗെറ്റ് മറ്റേ സിറ്റി ഷട്ടിൽ ഉണ്ടല്ലോ, അവിടുന്ന് പിന്നെ നമ്മൾ താമസിക്കുന്നിടത്തോട്ട് പോകണം. ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ മെൽബൺ. ഓക്കെ, നമ്മൾ സൺഷൈൻ ബസ്സിൽ കയറാൻ വെയിറ്റ് ചെയ്യാണ്. സ്കൈ ബസ് ഉണ്ട്. നമ്മുടെ സിഡ്നിയുടെ കൂട്ട് ട്രെയിനില്ല, സ്റ്റേഷനിൽ നിന്ന് ബസ്സാണ്. ഭാവിയിൽ ട്രെയിൻ ആവുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടോ കുറേ വർഷമായി പറയുന്നു, നടക്കുന്നതായിട്ട് കാണുന്നില്ല. നമുക്ക് ബസ്സിൽ കയറി സൺഷൈനിൽ പോയി ഇറങ്ങാം, വല്ലതും കഴിക്കുക, നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുക, ഓപ്പണാക്കുക, കയറുക, കിടന്നുറങ്ങുക, കുളിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ നമ്മൾ ഡിയർ പാർക്കിലെത്തി. അവരുടെ വീടിൻ്റെ ചാവിയും വണ്ടിയുടെ താക്കോലൊക്കെ കിട്ടി. അവരുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ നമ്മളെ ഡ്രോപ്പ് ചെയ്തു. ദ ഹൗസ് വേർ ഐ ലീവ് ഇൻ മെൽബൺ. ഞാൻ എപ്പോഴും മെൽബണിൽ വരുമ്പോൾ ഞാൻ ഇവരോട് താമസിക്കുന്നത്. കാരണം വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. എൻ്റെ ബ്രദറിനെ പോലെയാണ്. ഞങ്ങൾ തുടങ്ങുമ്പോൾ തൊട്ട് എനിക്കൊന്ന് ജിലോങ്ങിൽ എൻ്റെ വൈഫ് വന്ന് വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമുണ്ട്. വി നോ ഈച്ച് അതർ. സോ ഹീസ് ലൈക്ക് എ ഫാമിലി. സോ ദിസ് ഈസ് ദ ഹൗസ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഓപ്പൺ. ഇവിടെ ഇല്ലായിരുന്നു ഒരു, ഐ തിങ്ക് ദേ ആർ ഇൻ മെൽബൺ. ആൻഡ് ഇന്ന് രാത്രിയിൽ അവർ വരും. ഹീപ്സ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ ബോക്സ്. മെൽബൺ ഇങ്ങനെയാണ്, ഭയങ്കര വിൻഡിയാണ് ഇപ്പോഴും, ഭയങ്കര വിൻഡി. ചൂടാണ്, കാലാവസ്ഥ ഉള്ള, പക്ഷെ പെട്ടെന്ന് തണുപ്പ് തോന്നിക്കും. ഓക്കെ, എനിക്കിതിൻ്റെ പാസ്വേഡ് അറിയാമായിരുന്നേ, ഞാൻ മറന്നുപോയി. ഇനി ഐ ഹാവ് എ കീ ടു ഓപ്പൺ. വീട്ടിലെത്തി, കഴിച്ചിട്ട് വരാം. It's a van actually, it's not a car. And they have a Nissan Petrol here. അപ്പോൾ നമ്മൾ ഒന്ന് കഴിക്കാൻ പോകാൻ നിൽക്കുന്നു. ഈ ജാക്കറ്റൊക്കെ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ 15 ഡിഗ്രി, ഫീൽസ് ലൈക്ക് 15 ആണ്. Saying it's 18, but I don't think so. It feels like more than that. Oh, ഇതിൻ്റെ ഗിയർ മറ്റേ സ്വനെയാണ്. അതിനകത്ത് പണ്ടുണ്ടെന്നൊരു ഇൻഡിക്കേറ്ററിലാണ് ഗിയർ. റിവേഴ്സ് പാർക്ക്, ഡ്രൈവ്. ഓക്കെ, ഡ്രൈവ്. ഗേറ്റ് ഫുള്ള് തുറന്നില്ലായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അവിടെ ചെന്ന് കാണാം. വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഒന്നാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ, സോ സീ യു ദെയർ. കുറേ സാധനങ്ങളുണ്ട്, ചില സാധനങ്ങളൊന്നും പേരില്ല. ബിസ്കോസ്, സിനമൺ സ്വിൽ, ആപ്പിൾ ചീസ്, they have cream filled donuts, sugar donuts, cinnamon twist donuts. But I got a new egg tart. This one, creamy scrambled egg. That's what I barbecue. This ones I will do in India. Okay, when I start Tiruvalla, I can do all this. Let's see. A lot of cookies.
matcha cookies, almond sheep cookies. So let me see. I want to eat something, take something. And എക്ടാർട്ടിൻ്റെ വേറെ കുറച്ച് വേർഷൻസ് വരും. പിസ്താഷ്യൂ, മാംഗോ, മേ ബി ദിസ് ഈസ് സ്ട്രോബെറി. ഇവിടുത്തെ കേക്ക് ഇതാ ഫുൾ ഡയറി ബേസ്ഡ് ആണ്. ഇവരെ നോൺ ഡയറി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ടൊക്കെ ടോട്ടലി ഡയറി ആവാനാണ് സാധ്യത. കേക്കിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടിട്ട്. Cakes here also. It's a tart they have. Waiting for the coffee, so I don't eat the tart now. Maybe I eat the sausage. Herbs in it. Oh, seaweed. Shredded seaweed. ഒരൊറ്റ സാക്ഷനേ ഉള്ളൂ. പക്ഷെ ചൂടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് ആ സിഡ്നിയിൽ മറ്റേ എയർപോർട്ടിൻ്റെ അവിടെയുള്ള മറ്റേ അറേബ്യൻ ബേക്കറിയിൽ ദേ ആർ ഇറാനിയൻ ഓർ മേ ബി ഐ ഡോണ്ട് നോ, മേ ബി ഇറാഖ്, ഐ ഡോണ്ട് നോ. ദേ ആർ ഡൂയിങ് ലൈക്ക് വൺ ഗുഡ് തിങ് ഇസ് ദേ വാം ഇറ്റ് വെൻ ദേ ഗിവ്. എന്നാ ഇത് ഫീൽ ആയിരുന്നല്ലേ ചൂടോടെ കഴിച്ചപ്പോൾ. ദിസ് ഇസ് എ ബേക്കറി ബ്രാൻഡ്. It's an Asian bakery brand, Bonbons. There are a lot of franchises around Australia. I think they are in Sydney also. Not I think, I'm sure they are in Sydney. There's a lottery shop, see? Sorry. അടാ, ഞാൻ 20 മില്യൺ ലോട്ടറി എടുത്തായിരുന്നു. ഒരത്തെ മാത്രം എനിക്ക് $18 അടിച്ചു. ഞാൻ $24 ഗെയിം കളിച്ചത്. അത് 20 മില്യൺ ആയിരുന്നു. 15 മില്യൺ ആയിരുന്നു. 5 മില്യണും കൂടെ 5 മില്യണോടെ കൂടിയിട്ടുണ്ട്. സോ 15 മില്യണാണ് ഞാൻ കളിച്ചത്. ഞാൻ $24 ടിക്കറ്റ് എടുത്തു. എനിക്ക് ഏതോ ഒന്നിൽ $18 അടിച്ചു. 20 മില്യൺ. ഇത് നീ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. ഐ ഈറ്റൻ ദ ലെജൻഡറി വൺസ് ഇൻ സിഡ്നി. പണ്ട് അടിപൊളി ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് അത്ര സംഭവമായിട്ട് തോന്നുന്നില്ല. പഫ് പേസ്ട്രി ഈസ് നൈസ്. കസ്റ്റർഡ് ഈസ് ഓഫ് കുക്കാൻ പാടില്ല. This one also I'm doing in Tiruvalla. നമ്മളെ വണ്ടി കഴിയാൻ കൊടുത്തിരിക്കുക. 1 hour കഴിഞ്ഞേ കിട്ടുള്ളൂ. ലഞ്ച്. Now it's kind of breakfast. പണ്ടത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ സാധനവും കോഫി. നമ്മളെ കോഫിയിൽ മധുരം ആഡ് ചെയ്താലേ സ്വീറ്റ് അതിനോട് കഴിക്കാൻ പറ്റത്തില്ല. ഓവർ സ്വീറ്റ് ആയിപ്പോൾ അടുത്ത് പോകും പെട്ടെന്ന്. ഇഫ് യു ആർ ഹാവിങ് സംതിങ് ലൈക്ക് ദിസ്, ഒരു സ്മോൾ ബൈറ്റ് ആണെങ്കിൽ നല്ല രസമാണ്. ഗോസ് വെൽ. സീ ദ പഫ് പേസ്ട്രി. അതിൻ്റെ ഒരു എന്താ പറയുന്നത് ക്രിസ്പിനെസ് കേട്ടോണേ. എനിവേ ഇറച്ചി വണ്ടി കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇന്നത്തെ പരിപാടി ഇതുകൊണ്ട് തീർക്കാണ്. വിശക്കുവാണ് ഡിന്നറിന് പോകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിക്കും. ഇപ്പോഴത്തെ പ്ലാൻ ഓക്കെ. അതെ, ഞാനിപ്പോൾ കോഴ്സിലാണ് ഉള്ളത്. ഓസ്ട്രേലിയയിൽ വൺ ഓഫ് ദി സൂപ്പർ മാർക്കറ്റ്സാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ബ്ലാക്ക്ബെറീസിലുണ്ട്. പിന്നെ ഫോർ $6.50
നമ്മുടെ നാട്ടിലെ അങ്ങനെ കാണാത്തൊരു സൈഡാണ് ഇത്. അതായത് ഫ്രഷ് സലാഡ് ബാഗ്സ് എന്നൊരു ഓപ്ഷൻ. സലാഡ്സ് ഉണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ നാടിനെ കുറ്റം പറയാമെന്ന് കരുതരുത്. ദിസ് ഈസ് സംതിങ് കോൾഡ് മെസ്കുലിൻ. ഓക്കെ, ലുക്ക് അറ്റ് ദ look at what mixes they have. They have beetroot leaves, spinach leaves, baby spinach. കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക്. മനസ്സിലായോ? മെസ്കുലിൻ ഇതുണ്ട്, ബേബി ബീട്രൂട്ട് മിക്സ്, ബേബി ലീഫ് ആൻഡ് ബീട്രൂട്ട് മിക്സ്. ദിസ് ഈസ് ബേബി സ്പിനച്ച്, ദിസ് ഈസ് ബട്ടർ ലീഫ്. കേട്ടോ, you have too many sprouts on the sprouts. You see? You have even salad ready to go, like salads, veggies. This is superfood stir fry. Kando, like a superfood stir fry. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയില് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് സി ഹൗ ദേ ആർ ഷോയിങ് ദ എനർജി റേറ്റിംഗ്. ഐ മീൻ എനർജി അല്ലല്ലോ, ഹെൽത്തി റേറ്റിംഗ് ഹിയർ 5 സ്റ്റാർ. എനർജി റേറ്റിംഗ് കിട്ടുന്ന ഫ്രിഡ്ജാണെന്ന് തോന്നിപ്പോയി. അങ്ങനെ കുറേ സലാഡ്സ്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു സലാഡാണ്. ദിസ് ഈസ് എ സലാഡ് റെഡി ടു ഈറ്റ്, റൈറ്റ്? ക്ലാസിക് സീസർ സലാഡ്. യു ഹാവ് ചീസ്, യു ഹാവ് ചിക്കൻ, യു ഹാവ് ദ ലെറ്റ്യൂസ്, ആൻഡ് ദിസ് ഈസ് 3 സ്റ്റാർ സ്റ്റിൽ. 5 സ്റ്റാർ സലാഡ്സ് ഉണ്ടോ നോക്കാം. ദിസ് ഈസ് 4 സ്റ്റാർ. മങ് ബീൻസ് ഉണ്ട്. Looks like mung bean for me. Mung bean alle cranberries, seeds. This one is Mediterranean salad. Olives, feta, chickpea, mixed leaves, salad dressing. Salad dressing ആണ് ഈ കവറിൽ കാണുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Crunchy salad. Okay. Take a watermelon. $19 a kg. $11 for dates. That's $24. You have honeydew melon. Australian produce ആണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം മോസ്റ്റ്ലി ഓൾ ആർ ഓസ്ട്രേലിയൻ പ്രൊഡ്യൂസ്. ട്രോപ്പിക്കൽ ഫ്രം ക്യൂൻസ്ലാൻഡ്, കെയ്ൻസ്. വി ഹാവ് ടൊമാറ്റോ, വി ഹാവ് ചെറി ടൊമാറ്റോ. ഇതിനകത്ത് ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതിന്. ഒരു ടൊമാറ്റോ ഇല്ലേ, ചെറി ടൊമാറ്റോ. സി ദേ ഹാവ് ലോട്ട് ഓഫ് കളേർഡ് വൺസ്, റൈറ്റ്? ദർ ഈസ് വൺ ഹിയർ. Can you see? This is normal ചെറി ടൊമാറ്റോ. പിന്നെ നമുക്ക് കിട്ടുന്നത് അടുത്ത വെറൈറ്റി ടൊമാറ്റോ. Then sometimes you can see the gourmet ones. Gourmet ones are here. See, this is the halloumi tomatoes. Halloumi, heirloom എന്നാണെന്ന് പറയുന്നത്. heirloom. Let me check. heirloom. Yeah, heirloom. ഇതെല്ലാം ടൊമാറ്റോ ആണ്. See how many types of apples we have. This is, see, ഇതിനകത്തൊരു ഞാൻ ഉദ്ദേശമുണ്ട്. ഈ സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. This is Australian grown. You have gala apple, പിന്നെ Packham pears, then Granny Smith, Pink Lady. Heaps of things here. ഇതിൽ വേറെ 2 ടൈപ്പുകൾ. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഇരിക്കത്തില്ല. ബനാന മാത്രം നാട്ടിലെ പോലെ ഒന്നും കിട്ടില്ല ഇവിടെ. 1 ടൈപ്പ് കിട്ടുള്ളൂ. ബനാനയുടെ ഒക്കെ പ്രൈസ് പോയാൽ നോക്കണം. പണ്ടൊക്കെ ബനാനയ്ക്ക് നിസ്സാര വിലയുള്ളായിരുന്നു. ഇപ്പോൾ $4 കിലോ. അമ്മോ, ഉദ്ദേശിച്ച സാധനം ഞാൻ കാണിച്ചേ. ഓക്കെ, എണ്ണിക്കോണേ. ഇത് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്രഷ്ഡ് പൊട്ടറ്റോസ്. ഇത് സിമിലറാണ്, ആ ടൈപ്പ് തന്നെയാണ്. ഇത് വൈറ്റ് പൊട്ടറ്റോ. കണ്ടോ, കാണോ? വൈറ്റ് പൊട്ടറ്റോ. ഓക്കെ,
This is Red Royal. Okay, Red Royal. And this is chat potatoes, but 25% less carb. Okay, it's similar to chat potatoes. This is also less carb. This one is imperfect, white and washed, baby white potatoes. ഞാൻ കാണിക്കാൻ വന്ന ഉദ്ദേശിച്ചു potatoes. See, this one is good for mash. And Red Royal. ഇത് കൂടുതൽ റോസ്റ്റ് ചെയ്യാനൊക്കെയാണ് നല്ലത്. മാഷിന് പറ്റിയൊരു പൊട്ടറ്റോ ഉണ്ട്, ഡിസയർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഇവിടെ ചോദിച്ചാൽ കിട്ടില്ല. പക്ഷേ ഇത് മാഷിന് പറ്റുന്ന ക്രീമി ടൈപ്പാണ് ഈ പൊട്ടറ്റോ. അങ്ങനെ പൊട്ടറ്റോയുടെ തന്നെ വെറൈറ്റി. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണേ. ഇത് അകത്ത് പിങ്കുള്ളതുണ്ട്. പിങ്കുള്ളതാണെന്നാണ് തോന്നുന്നത്. ഇത് പിങ്കുള്ള ടൈപ്പാണ്. ഇതിന് ഈ കളറാണ്. അത് തന്നെ പിങ്ക് ടൈപ്പും ഉണ്ട്. റെഡ് ടൈപ്പും ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പല ടൈപ്പിലുള്ള പൊട്ടറ്റോസ് ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളെ ഞെട്ടിക്കുന്ന സാധനം ഇത് കണ്ടോ, $36. എന്തിനാന്ന് നോക്കി. ഇതേ വെളുത്തുള്ളി, ഒടുക്കത്തെ വില ഇവിടെ. പിന്നെ അടുത്തവനാണ് ദൈവൻ, ഷാലോട്ട്സ്. പക്ഷെ അവൻ്റെ സൈസ് കണ്ടോ, നമ്മുടെ നാട്ടിലെ കാട്ടിലും സൈസില്ലേ. പിന്നെ അടുത്ത വില കൂടിയ ഐറ്റം ദൈവൻ, ജിഞ്ചർ, $29. ഇത് നമ്മൾ അങ്ങനെ അധികം ബർഗേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി, കാരമലൈസ്ഡ് ഓണിയനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇതാണ് വൈറ്റ് ഓണിയൻ. നമ്മളിവിടെ കുറവാണ്, എന്നാലും ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട് വൈറ്റ് ഓണിയൻസ്. ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്പാനിഷ് ഓണിയൻ, നമ്മുടെ ഓണിയൻ. ഇതതിൻ്റെ ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷെ വില കണ്ടോ, ഇതിന് $3 ഉള്ളൂ. അതിന് $3 ഉണ്ട്. ഇതിന് $5. ഇത് സുക്കീനി. ഇത് നമ്മുടെ എഗ് പ്ലാന്റ് ഇല്ലേ, പ്ലാന്റ്, ക്യാപ്സിക്കം. വില കണ്ടോ, 12, 8, 10, 12. നാട്ടിലും മോശമൊന്നുമല്ല. കളർഡ് ക്യാപ്സിക്കത്തിന് നാട്ടിലും നല്ല വിലയുണ്ട്. മാംഗോസ് ആർ ഓൺ സീസൺ. സ്ലോലി ഗെറ്റിംഗ് ദെയർ. എവിടുന്നായത്? ഹണി ഗോൾഡ്. ഒരു സ്റ്റിക്കർ അടിച്ച് നോക്കിയാൽ അറിയായിരിക്കും എവിടെ നിന്നാണ്. നെക്ടറാണ്. വൈറ്റ് പീച്ചസ്, യെല്ലോ പീച്ചസ്, ആപ്രിക്കോട്ട്, നെക്ടറൈൻ. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇത് സ്വീറ്റ് ആണ്, കഴിക്കാൻ ഇച്ചിരി എടുക്കുവാണ്. എന്താ പറയുക, ഇവിടെ വരുമ്പോൾ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങൾ പെടുന്നൊരു സാധനമാണത്. ഇത് വണ്ടി കഴിയുമ്പോൾ പോയി കാണും, 4:15. ഇതെന്താ, ആപ്രിക്കോട്ടിനേക്കാൾ എനിക്കിഷ്ടം നെക്ടറൈൻ. സോറി ടു സേ ദാറ്റ്. പക്ഷേ ഇതുണ്ടോ, ഇതിപ്പം നമ്മൾ ഇങ്ങനെ ബളുബളാന്നുള്ളത് എടുക്കരുത്. ഇച്ചിരി പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലേ, തൊലി ഒന്ന് ചുരുങ്ങും. ഈ ഫോമായിട്ടിരിക്കുന്നതിന് മധുരം കാണത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഫോമായിട്ടിരിക്കുന്നില്ല, ഇതിന് മധുരമില്ല. ഇതിന് ഫ്രൂട്ടി ഫ്ലേവർ വരണം. അതായത് ഇച്ചിരി പ്രായമുള്ളത് തന്നെ മണപ്പിച്ച് നോക്കണം. സ്മെൽ ദാറ്റ്. You should have that smell of that. This is right. ഇച്ചിരി ഒരു പ്രായമുള്ള പോലത്തെ ആളുകളുടെ സ്കിന്നെ തൊടുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അതുപോലെ വരും. അതിൻ്റെ അർത്ഥം അത് റെഡിയായെന്നാണ്. കട്ടക്കുള്ളതെടുത്ത് മുറിക്കരുത്. ഫ്രഷായിട്ടുണ്ട്. ഇതൊക്കെ പഴുത്തു. വ്യത്യാസം ഞാൻ കാണിച്ചത് ഇത് കണ്ട്. ഇത് ഫേമാണ്, ആപ്പിൾ പോലിട്ടിരിക്കും. ഇത് റെഡി ആയിട്ടില്ല, പക്ഷെ ഇത് റെഡിയായി. മണം കുറവാണ് കണ്ടോ. So that's it, simple. It's expensive, not that expensive, but expensive. It's also apricot. This is nectarine. This is yellow nectarine. I never tried yellow nectarine, so I don't know. This is kiwi. Hello, a New Zealand product. They eat it. The product of New Zealand. Kana? Yes. Okay. So they are proud Australian products. Everybody is proud about their country product, right?
See how mangoes, different type of mangoes. Okay. Kensington Pride mangoes. And what is this? Calypso mangoes. Honey gold mangoes. Other one is number R2E2. R2? Yeah, R2E2 mangoes. Then again Kingston. അപ്പോൾ ഈ മാംഗോനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടി വന്നു പറയൂ, ഏത് മാംഗോ ഓസ്ട്രേലിയ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഈ കാലിപ്സോ മാംഗോ കഴിച്ചിട്ടുണ്ട്, കിങ്സ്റ്റൺ കഴിച്ചിട്ടുണ്ട്, ഹണി ഗോൾഡ് ഞാൻ കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ മാങ്ങ അത്രയും നല്ലതാണോ എന്ന് ചോദിച്ചാൽ, മെൽബണിൽ നിന്ന് കഴിച്ച മാങ്ങ നമ്മുടെ നാട്ടിലെ അത്രയും നല്ല മാങ്ങ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കെയിൻസ് വെച്ച് കഴിച്ച മാങ്ങ അടിപൊളിയായിരുന്നു, സൂപ്പർ മാംഗോ ആയിരുന്നു. അപ്പോൾ കാലാവസ്ഥയിലായിരിക്കാം. എനിവേ, so that's all we are buying for now. I'll show you the shop around. ഇത് കോൾസ് ആണ്. കോൾസ് പോലെ തന്നെ വൂൾവർട്ട്സ് ഉണ്ട്, ആൽഡി ഉണ്ട് ഇവിടെ. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളെന്താ നിങ്ങൾക്ക് എന്താ. എനിക്ക് കോൾസും വൂൾവർത്തും വലിയ ഡിഫറെൻ്റ് ആയിട്ടൊന്നും തന്നെ. ബട്ടർ എടുക്കും, ബട്ടർ ചെറുത് മതി. നിങ്ങൾക്ക് എന്താ എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചാണ്. ഇതുണ്ട് ഇവിടെ ഇപ്പം പ്രൊഷ്യൂട്ടോ ഉണ്ട്, സലാമീസ് ഉണ്ട്. യു ക്യാൻ സീ സലാമീസ്. ഹിയർ ഇറ്റ്സ് ഫുൾ ഓഫ് ചീസസ്. കാണാം, ഫുൾ ഓഫ് ചീസസ്. ഇപ്പം മൊത്തം ചീസസാണ്. ഗോട്ട് ചീസ് ഉണ്ട്, ഗോട്ട് ചീസ്. ഗോട്ട് ചീസ്, this is goat cheese. Salt spreads. കുറേ സാധനം കാണിക്കാനാണെങ്കിൽ കുറേ സാധനമാണ്. Smoked salmons, cheese slices. This is Parmesan or Reggiano. Dressings, some dry meats like smoked meats, turkey legs. This one is yogurt. Man, Australian yogurts are really good. Okay, Australian yogurts are really good. അടിപൊളി yogurts കിട്ടും. What do you want to buy? This is the valley. This is the region. Okay. See, this is what I'm saying. They talk about regions here. കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇച്ചിരി ലൈറ്റ് ഒന്ന് കൂട്ടട്ടെ ഒരു മിനിറ്റ്. Creamy, the better. This is the region there. Tamar Valley Dairy. Maybe in Melbourne. I don't know. This is Gippsland famous ആണ്. Gippsland. So they have blueberry one. What is this? This one is salted caramel. Okay, which one is the Tamanavali have 80% കുറവുണ്ട്. Mango blood orange. ഇതെന്താ? ഹണി. ഇതിൻ്റെ കൂടെ സ്റ്റാറൊന്നും നോക്കാത്തുള്ളൂ, സമയമില്ല, പോയി വണ്ടി എടുക്കണം. ഐ ലൈക്ക് ദിസ് ഓഫ് കോഴ്സ് വിത്ത് ബ്ലൂബെറി. ഗെറ്റ് ദിസ്. ദിസ് വൺ ഈസ് വിത്ത് ഹണി. ഡു ദേ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഓക്കെ. ഈ ജൽന ഇവരുടെ യോഗട്ടിന് വലിയ ബക്കറ്റാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് പണ്ട് കൂടെ കൊണ്ടുപോകാൻ സമയത്ത്. അതേ നമ്മുടെ ലവ് ചേട്ടൻ വിളിക്കുന്നു. ഒരു മിനിറ്റ്, ഫോൺ എടുക്കട്ടെ. വണ്ടി എടുക്കാൻ പോവാം. കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് സ്ട്രോബെറി. ഞാനിവിടെ വരുമ്പോൾ കൂടുതലും വാങ്ങിക്കുക, പ്രത്യേകിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇച്ചിരി വാങ്ങിക്കും. ഇപ്പം നമുക്ക് ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പർച്ചേസ് ഇച്ചിരി ചവിട്ടി പിടിക്കും. ഷെഫിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ഇടയ്ക്ക് വല്ലതും നമുക്ക് ഇടയ്ക്ക് ജോലിയായിട്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ ചുമ്മാ കറങ്ങാൻ പറ്റും. ജോലിയായിട്ട്
വിത്ത് ജോബ് അല്ലെങ്കിൽ വർക്കിംഗ് ഹോളിഡേക്ക് വരുന്ന പോലെ അങ്ങനെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് അടിക്കും. പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച് കുക്ക് ചെയ്ത് ഇപ്പോൾ ഇനി 5 ദിവസം കൂടെ ഉള്ളൂ, ഒന്നിനും സമയമില്ല. അപ്പോൾ ആഗ്രഹമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൂ. ലൈക്ക് വാട്ട് ഐ വോണ്ട് ടു ഈറ്റ്, ലൈക്ക് അവിടെ കിട്ടാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ സൈഡിലോട്ടൊക്കെ വരുന്നുണ്ടാവും, കൊച്ചിയിലുണ്ടാവും. ഞാനൊക്കെ വല്ലപ്പോഴും കൊച്ചി വരുമ്പോൾ ഞാൻ വാങ്ങിക്കുന്ന അവിടെ നിന്ന് സ്ട്രോബെറി, ബ്ലൂബെറി. പക്ഷേ എനിക്കിവിടെ ബ്ലാക്ക്ബെറിയൊക്കെ കിട്ടും. ബ്ലാക്ക്ബെറി പിന്നെ അത് ആ ക്വാളിറ്റി കിട്ടും. ലൈക്ക് എന്താ പറയുക, ഫ്രഷ്നെസ് ഉണ്ട്. അത് ലോജിസ്റ്റിക്കിൻ്റെയും കാലാവസ്ഥയുടെയൊക്കെയാണ്. നമ്മുടെയൊക്കെ ലോജിസ്റ്റിക്കിൻ്റെ പ്രശ്നം കൊണ്ടും ആവാം. ലുലുവിലൊക്കെ പിന്നെ ഇച്ചിരി ബെറ്ററായിട്ട് കിട്ടാറുണ്ട്. എനിക്ക് നമ്മളിപ്പം പാക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി, വണ്ടി ഒരു വാഷ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ബാജി. वाश तो कहाँ बनता मतलब जितना डीपली से डीपली हो सकता था हमने नहीं, वो तो मुझे मालूम है. वो ये लोग ऐसा ही छोड़ देता है ना, तो इसलिए आपका इनसाइड फ्लोर उठा के okay. I will recommend you to them because maybe they don't know you are here. थैंक यू आपकी सीटें भी ना बहुत टेस्टी थी. इनको भी हमने फिर रबिंग करके पॉलिश करके क्लीन किया. ओके, थैंक यू जी. आप इधर थोड़ी सी ये ना जितना अंदर तक. ओ यार, आपने तो बढ़िया काम किया. देखो हमने कर मैं कैसे दिया था, अभी कैसे. हाँ. थैंक यू. तो आपने अच्छा है. मुझे ये था कि यार किसी की गाड़ी हाँ हाँ हाँ, वही था. वैसे आप देखिए सेडान का ऑटो. I know. I will recommend you anyway. Thank you brother, good job. हाँ, चाबी देना आप. നമ്മുടെ കാർ കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട്. Go for a drive. താങ്ക് യു ബ്രദർ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതോടുകൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വീട്ടിലെത്തി. സോ ഹോപ്പ്ഫുള്ളി ദേ ആർ ഓൾസോ റീച്ചിങ് സൂൺ. ഒരു മെൽബണിലെത്തി കാണും. ഞാൻ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തി. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ അവരിങ്ങനെ എനിക്കൊന്നെങ്കിൽ കീ തരും, ഇല്ലെങ്കിൽ നോർമലി 3. സോ ഞാൻ എപ്പോഴും വരുമ്പോൾ എന്നെ ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത്. ഇതിൽ കൂടുതൽ എന്താ പറയുക, വരുമ്പോൾ എനിക്ക് I get a car, I can go inside and he look after me. He's like my brother. Anyway, അപ്പോൾ അവർ ഇന്ന് വരും. അവരിപ്പോൾ എത്താറാവുന്നുണ്ട്. സോ അവരെ പിക്ക് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ഒരു ഷോപ്പിലൊരു പയ്യനുണ്ട്, അവൻ വരുമായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പോകും. എനിവേ, സോ ദ നെക്സ്റ്റ് ഡേ ഐ വോണ്ട് ടു ഗോ ടു മെൽബൺ ആൻഡ് ഡൂ സം. കാരണം നാളെയും കൂടി എനിക്ക് കിട്ടത്തുള്ളൂ. കാരണം പിന്നെ എനിക്ക് സെബ ടോമി വരുന്നുണ്ട് മെൽബൺ വിത്ത് ടോമി സാർ ആൻഡ് റെനി മാം. സോ മെൽബണിൽ ഐ എം ടേക്കിംഗ് ദം ഫോർ എ വിൻയാർഡ് കൈൻഡ് ഓഫ് തിങ്, ഗീവ് ദാറ്റ് എക്സ്പീരിയൻസ്. പിന്നെ സോറി, തണുപ്പാണേ. ഇപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ട്, ഇതാണ് മെൽബൺ കാലാവസ്ഥയുടെ കുഴപ്പം. മെൽബൺ വെതർ പെട്ടെന്ന് ചേഞ്ച് ആവും. സോ അതാണ് അന്നത്തെ ദിവസത്തെ പരിപാടി. 28-നാണെന്ന് തോന്നുന്നു. സോ വാട്ട് ഈസ് ടുഡേ? ടുഡേ ഈസ് 26. So I got only one more day to do my things. 28th and 29th and weekend ആണ്. So I'll do half what I'm thinking. Anyway, that's how the plan is. So we're gonna wind up today and see what happens tomorrow. So this is my 7th day in Australia. I think 7th day in Australia. അപ്പം നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് പുറത്ത് പോയിട്ട് ഷെഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഷെഫായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യുക, ഷെഫായിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നാളെ ഞാനത് കാണിച്ചത് എന്താ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ഐ ഹോപ്പ് യു സോ സംതിങ് ഡിഫറെൻറ്റ്, യുനോ കോൾസിൽ പോയ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഷെഫ് ലിജു. പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് ഡു സപ്പോർട്ട്. കമൻറ്റ്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ,
ദാറ്റ്സ് ഹൗ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് നാട്ടിലാണെങ്കിലും ചെന്നിട്ട് ഐ വോണ്ട് ഗിവ് യു മോർ ഇൻഫർമേഷൻസ് അബൌട്ട് എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ, എങ്ങനെയൊക്കെയാണ്, വാട്ട്സ് ഹാപ്പനിങ് എന്നൊക്കെ ഉള്ളൊരു എന്നൊക്കെ ഒരു ഐഡിയ തരാൻ പറ്റുള്ളൂ എനിക്ക്. പല ഷെഫന്മാർക്കും അല്ലെങ്കിൽ എനിക്കും പഠിക്കാൻ പറ്റും, പല ഷെഫന്മാരിൽ നിന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്കും എൻ്റെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും. വി ആർ ഹിയർ ടു ലേൺ. സോ ലേണിംഗ് ഒരിക്കലും നിൽക്കത്തില്ല, നെവർ സ്റ്റോപ്സ്. സോ എനിക്ക് നിങ്ങളുടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇഫ് ഞാൻ എന്തെങ്കിലും റോങ് ആണെങ്കിൽ യു ക്യാൻ കറക്റ്റ് മീ ഓൾസോ, യു നോ വാട്ട് ഐ മീൻ. So this is Chef Liju. Please support me. Please like videos, share and everything. Okay. This is Chef Liju signing off. Okay. Bye bye. Ciao.